DeepSeek AI ചൈന, ഇതാണ് ഇന്റർനെറ്റിൽ മൊത്തം ഇപ്പോൾ. ഒരു സൈഡിൽ ChatGPT ഊക്കിക്കൊണ്ടുള്ള മീമുകൾ, ഒരു സൈഡിൽ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നതിന്റെ ടെൻഷനുകൾ, എന്തൊക്കെയാ നടക്കണേ? ഒരാളെ ഞാനും ജപ്പാൻജി യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ? രണ്ട് സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പട്ടിയാകാമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ, DeepSeek AI എന്ന് പറയുന്നത് നമ്മുടെ ChatGPT പോലെ തന്നെ നമുക്ക് ചാറ്റ് ചെയ്ത് നമുക്ക് റെസ്പോൺസുകൾ കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവുന്ന ആരെങ്കിലും അറിഞ്ഞു എന്റെ ശാന്ത? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദീർഘവീക്ഷണവും ഇല്ല, ബുദ്ധിയില്ലെന്ന്. ഒരു സൈഡിൽ DeepSeek AI സപ്പോർട്ട് ചെയ്യുന്നവരും മറു സൈഡിൽ DeepSeek AI സപ്പോർട്ട് ചെയ്യാത്തവരും തമ്മിലുള്ള അടിയും വഴക്കുമൊക്കെയാണ്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, താനും തന്റെ കാര്യം നോക്കിയാൽ മതി. ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുന്നത്, നിന്റെ കാര്യം നോക്കാൻ വന്നില്ല. $1 trillion ടെക് സ്റ്റോക്കുകളാണ് ഈ ഒരു DeepSeek AI എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും മാർക്കറ്റിൽ നിന്ന് സെൽ ഓഫ് ആയി പോയത്. ചേരിയിൽ ഗോപാലകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം നേരിട്ട് വന്നാൽ പോലും മറിച്ച് ആരും ഒന്നും ചെയ്യില്ല. വലിയ സ്വാധീനല്ലേ? ഇപ്പോൾ ഉള്ള പല വലിയ AI ആപ്പിനേക്കാളും മികച്ചതായിട്ടുള്ള ഒരു ആപ്പ്, ഒരുപാട് ആളുകൾ അതിനകത്ത് അട്രാക്റ്റഡ് ആയി, ഒരുപാട് ആളുകൾ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഐഫോണിന്റെ അകത്താണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിന്റെ അകത്ത് ഈ ഒരു ആപ്പിന്റെ ഡൗൺലോഡ്സ് 2.7 മില്യണിനും അപ്പുറമാണ്. അതിപ്പോ ഇവിടെ വിളിച്ചു വല്ല കാര്യമായിട്ടുണ്ടോ? 2.7 മില്യൺ ഡൗൺലോഡ്സ് എന്ന് പറയുന്നത് ദിവസങ്ങൾക്കുള്ളിൽ കിട്ടിയതാണെന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഒന്ന് മൈൻഡിൽ വെച്ചിരിക്കുന്നത് നല്ലതാണ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇതെല്ലാം കേൾക്കേണ്ടത് ഞങ്ങളുടെ വിധിയാണ്. ഇതെല്ലാം ഞങ്ങളുടെ വിധിയാണ്. DeepSeek AI അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു R1 മോഡൽ AI ലോഞ്ച് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തത്. അവന്റെ വകുപ്പും നിയമങ്ങളും കേൾക്കുമ്പോ ഞാൻ തന്നെ ധരിച്ചിരുന്നു പോവാ. പോട്ടണ സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. ഏകദേശം $6 മില്യൺ ഉപയോഗിച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ChatGPT പോലുള്ള മറ്റ് പ്ലാറ്റ്ഫോംസിന്റെ അകത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചീപ്പാണ്. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. ഇപ്പോഴും ഈ ഒരു ആപ്പിന്റെ സെർവർ വർക്ക് ആവുന്നില്ല, കാരണം അത്രത്തോളം യൂസേഴ്സ് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുവാണ്. ആ എന്റെ ചെറുക്കനോർത്ത് ഈ എന്തിനാ മാധവൻ കൂട്ടി ഇങ്ങനെ വിഷമിക്കലേ? ഓനോന്റെ പാട്ടിന് പോട്ടെ. അവരെ കുറ്റം പറഞ്ഞൂടാ നിർമ്മലേ. വല്ലപ്പോഴും ഒത്തുകിട്ടുന്ന ഒരു സന്ദർഭല്ലേ, അവരത് ശരിക്കും ഉപയോഗിച്ചു. എല്ലാരും പിരിഞ്ഞു പോവുക, ക്രമസമാധാനം പാലിക്കുക.